Ladies and gentlemen, good evening and welcome to a special night with the Family Music Club. ഇന്ന് ഞങ്ങളുടെ സ്വന്തം ക്ലബ് അംഗങ്ങൾ മലയാള സിനിമയുടെ മനോഹരമായ ലോകത്തിനെ ആസ്പദമാക്കി ഒരു കിടിലൻ ഡബ് സ്മാഷ് പ്രകടനം തയ്യാറാക്കിയിരിക്കുന്നു. സാഹിത്യ സമ്പന്നമായ കഥകളും ശക്തമായ പ്രകടനങ്ങളും പ്രേക്ഷകരെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും സാംസ്കാരിക ആഴവുമുള്ള മലയാള സിനിമ എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രത്യേക സ്ഥാനം പുലർത്തിയിട്ടുണ്ട്. ഇന്നിതാ നമ്മുടെ ക്ലബ് അംഗങ്ങൾ മലയാള സിനിമയിലെ ചില സ്മരണീയവും ഐക്കോണിക്കും ക്ലാസിക്കും അതിലുപരി വളരെ രസകരവുമായ ചില സിനിമാ രംഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പ്രകടമാക്കാൻ പോവുകയാണ്. ആദ്യമായി നമ്മൾ മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന കോമഡി ക്ലാസിക് മൂവിയിലെ ഒരു ചെറിയ രംഗം ഇതാ നിങ്ങളുടെ മുന്നിലേക്ക്. മാന്നാർ മത്തായി സ്പീക്കിംഗ്. അയ്യോ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ഇപ്പോഴെങ്കിലും പുറപ്പെട്ടാലേ നിങ്ങൾക്ക് ഇവിടെ കൃത്യസമയത്ത് നാടകം തുടങ്ങാൻ പറ്റുകയുള്ളൂ. ഓ, നാടകം കൃത്യസമയത്ത് തന്നെ തുടങ്ങും. കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്യും. ഇയാളിപ്പോ എത്രാമത്തെ പ്രാവശ്യം ഈ വിളിക്കണേ? താൻ ഈ ഫോണുമ്മ കെട്ടി തൂങ്ങിച്ചാവാണ്ട് അതൊരു സ്ഥലത്തെടുത്ത് വെക്ക്. ഇവന്മാരെവിടെ പോയി കിടക്കുക? ബാലകൃഷ്ണ, ഗോപാലകൃഷ്ണ, നാടകത്തിനുള്ള സമയമായി. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഒരു നാടക റിഹേഴ്സൽ കണ്ടാലോ? മലയാള സിനിമയുടെ രോമാഞ്ചമായ ശ്രീ മോഹൻലാൽ ദുഷ്യന്തനായും എവർഗ്രീൻ നായികയായ കൽപ്പന ശകുന്തളയുമായി മാറിയപ്പോൾ മാനസ സരോവരത്തിൽ കൂമ്പി വിടർന്നു നിൽക്കുന്ന ഒറ്റ താമര എന്റെ ശകുന്തള. അകമ്പടിക്ക ഇരുപുറവും രണ്ട് നെയ്യാമ്പലുകൾ, അനസൂയയും പ്രിയമ്പതയും. താതു കണ്ണൻ തവോ ഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? എത്തിയില്ലേ ശകുന്തളെ? ശകുന്തള ലജ്ജയോടെ എത്തിയിട്ടില്ല നാഥാ, എത്തിയിട്ടില്ല നാഥാ. ഇങ്ങനെ വെച്ചേ കൃഷ്ണൻകുട്ടി പ്രോംപ്റ്റ് ചെയ്തിട്ടില്ലേ? ഓ, ദുഷ്യന്തം വന്നാ പിന്നെ ശകുന്തള ദുർവാസാവന മൈൻഡ് ചെയ്യൂ. താന്ന് പോണോ കൊച്ചെ? ഇനിയെങ്കിലും പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. താത കണ്ണൻ എവിടെയെന്ന് ഞാൻ ചോദിക്കുമ്പോ ഒരു നാണത്തോടെ അടക്കത്തോടെ എത്തിയിട്ടില്ല നാഥ എന്ന് പറയണം. അല്ല ഓടിക്കാൻ ഇങ്ങോട്ട് കേറില്ല വേണ്ട. നമുക്കൊന്നുകൂടെ നോക്കാം. താത കണ്ണൻ തപോഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? ഇനി മടങ്ങി എത്തിയില്ലേ ശകുന്തളെ? ഡയലോഗ് പറയൂ. എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ലേ? ഇന്ന് രണ്ടിലൊന്ന് തീരുമാനം. എവിടെ എന്റെ തന്ത? താരകണ്ണൻ തപോഭൂവിൽ. താതകണ്ണൻ നിന്റെ എവിടെ നിന്റെ ഒറിജിനൽ തന്ത? കേക്ക് കൊട്ടാരക്കര. UDC കുമാരി, പഞ്ചായത്തിലെ ഏക അപ്പർ ഡിവിഷൻ ക്ലാർക്ക്. ഇവൾ ചലിച്ചാൽ പോക്കണംകോട് പ്രായഭേദമന്യേ ചലിക്കുന്നു. ഇവൾ ചിരിച്ചാലോ പോക്കണംകോടും ചിരിക്കുന്നു. ഡോക്ടർ പശുപതിയെ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്ന UDC കുമാരിയെയും ഒപ്പം പഞ്ചായത്തിലെ കുറിച്ച് ആളുകളെയും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സ്നേഹിതരെ, യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി കുമാരി UDCയുടെ ഈശ്വര പ്രാർത്ഥന UDC ക്ഷണിച്ചു കൊടുക്കും. ഹരിതമനോജ്ഞമാം പോക്കണം കോട്ടിൽ ഇരുകാലികൾ നാൽക്കാലികൾ വലയുന്ന നാട്ടിൽ വന്നെത്തി പശുപതി പരിപാലകനായി മൃഗഡോക്ടർ തവപാദം കൈവണ. ഏതായി കുട്ടി?
ഇവിടുത്തെ UDC നല്ല കുട്ടിയാ. ഹരിത മനോജം വേണ്ടേ? അത് പറ്റില്ല. UDC പാടാൻ അനുവദിക്കാം. അതെ പാടാൻ അനുവദിക്കണം. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കങ്ങളായ ആനന്ദവല്ലിയുടെയും കൗസല്യയുടെയും ഇന്ദുമതിയുടെയും ജീവിതത്തിൽ യമുന റാണി എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് കണ്ടാലോ? ഇന്ദു വേഗമാടി. അരി അടുപ്പത്ത് തിളയ്ക്കുന്നു, കറിക്ക് അരിഞ്ഞു തീർന്നിട്ടില്ല. അതവിടെ കിടക്കട്ടെ. ദേ അങ്ങോട്ട് നോക്ക്. യോ ദേ യമുന എന്നെ നോക്കി ചിരിക്കുന്നു. നിന്നെ മാത്രമല്ല എല്ലാരും നോക്കി വച്ചിരിക്കുന്നു. ഹായ്. അയ്യോ യമുന നമ്മളെ നോക്കി കൈ വീശുന്നു. ഹായ് എന്നെ തെരിയുമാ? എന്നെ അറിയുമോ? എടി അരിയുമോന്ന്. കത്തി താഴെയിട്, കത്തി താഴെയിട്. ഇല്ല അറിയില്ല. ഡു യു നോ മീ? അറിയുമോന്നാ ചോദിക്കണേ. അറിയും, നന്നായിട്ട് അറിയും. അയ്യോ സിസ്റ്റേഴ്സ്. മനസ്സിലായില്ലേ? നമ്മള് സിസ്റ്റേഴ്സ് നേഴ്സുമാരാണെന്ന് ചോദിച്ചത്. ഓടി നമ്മള് സഹോദരിമാരാണെന്നാ ചോദിച്ചത്. അല്ല, ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാ. നൈസ്. നീങ്ക ഒരേ വീട്ടിലേ കൊടുത്തനോ? കുടിക്കാൻ എന്തോരോ വേണമെന്നാ ചോദിക്കുന്നേ. കാപ്പിണ്ട് മതിയോ? മണ്ടത്തിന് പറയാടി, പാലല്ലേ കുടിക്കൂ. നീങ്ക ഒരു വീട്ടിലാണോ താമസം? ആഹാ എന്നെ ഒற்றுമൈ. യോ ഗുഡ് നെയിം? ഗുഡ് നൈറ്റ്. അയ്യോ അവര് പേരാ ചോദിച്ചത്. തന്നെ ഇത് ആനന്ദവല്ലി ചേച്ചി.